എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള നിലമ്പൂർ ബൈ ഇലക്ഷൻ, നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോ ഉള്ളത്. ഏത് നിമിഷവും വേണമെങ്കിൽ ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളും UDFലും LDFലും അതുപോലെ അൻവറിൻ്റെ ചില കുത്തിത്തിരിപ്പുകളൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് നിലമ്പൂരിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VS ജോയി വരാനും LDFൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു മത്സരവും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു ഈസി വാക്കോർ UDFന് കിട്ടാൻ സാധ്യതയില്ല. നല്ലൊരു മത്സരം വരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഒരു രീതിയിലും UDFൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനങ്ങളും കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നില്ല. കുറേ VS ജോയി എന്ന് പറയും, കുറേ ഷൗക്കത്ത് എന്ന് പറയും, കുറേ മൂന്നാമതൊരാളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും തീരുമാനങ്ങൾ ഇനി വരും ദിവസങ്ങളിലായിരിക്കും അറിയാം. പക്ഷെ എന്താണെങ്കിലും കോൺഗ്രസിനൊരു കീറാമുട്ടിയാവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിപ്പോൾ ആരും പിണക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അതിപ്പോൾ VS ജോയി ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൗക്കത്തിൻ്റെ പക്ഷത്തിന് പിണക്കണം. ഇനി ഷൗക്കത്താണ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും VS ജോയിന് പിണക്കണം. മാത്രമല്ല ഷൗക്കത്താണ് വരുന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ സപ്പോർട്ടും ഇല്ല. അൻവറിൻ്റെ സപ്പോർട്ടാണെങ്കിൽ ഇവർക്ക് ആവശ്യമുണ്ട് താനും. അല്ല, അൻവറിന്റെ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ പിന്നെ UDF ജയിക്കുക എന്നുള്ളത് അപ്രസക്തം. അൻവറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പക്ഷെ ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. അൻവർ സത്യത്തിൽ എവിടെയും വരല്ല, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ട് സത്യമായിട്ട്. പക്ഷേ നിലമ്പൂരിൽ അൻവറിനുള്ള ചില പിടിപാടുകൾ ഉണ്ട് താനും. അതുകൊണ്ടാണ് അവൻ അൻവറിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അൻവറാണെങ്കിൽ സപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് VS ജോയിക്കാണ്. VS ജോയിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ മൂന്നാമതൊരാൾ വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മൂന്നാമതൊരാൾ വരുമ്പോ ഇവിടെ രണ്ടാൾക്കാർ കാല് വാരാനുള്ള സാധ്യതയുണ്ട്. അതായത് VS ജോയി നിർത്തി കഴിഞ്ഞാൽ ഷൗക്കത്ത് പക്ഷം കാല് വാരും, ഷൗക്കത്ത് പക്ഷം നിർത്തി കഴിഞ്ഞാൽ VS പക്ഷം കാല് വാരും. ഇനി അതെല്ലാം വേറെ മൂന്നാമതൊരാൾ കൊണ്ട് നിർത്തിയാൽ ഈ രണ്ടാളും കാല് വാരും. അപ്പോൾ കാല് വാരാന്നുള്ളത് നിലമ്പൂരിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയാണ് വർഷങ്ങളായിട്ട്. അത് പൊതുവേ അങ്ങനെ തന്നെ UDFൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് ഇവിടെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു പ്രശ്നം അതുണ്ട്. ഇനി LDFന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന ആളായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു പറച്ചിൽ കേട്ടില്ല. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഉയരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇപ്പോൾ VS ജോയി ആണെങ്കിൽ എതിരായിട്ട് വരുന്ന ആളത്ര ശക്തമായിട്ടുള്ള ഒരാളാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരായിരിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്രശ്നമില്ലാത്ത പുതിയ ഒരാളെ എന്നാൽ മത്സരിച്ച് LDFന്റെ ഉറപ്പിച്ച വോട്ടുകൾ പിടിക്കുകയും ഈ ഇവരോടുള്ള എതിർപ്പുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, ഈ ആര്യാടനാണെങ്കിലും അല്ലെങ്കിൽ ആര്യാടനല്ല അൻവർ ആണെങ്കിലും VS ജോയി ആണെങ്കിലൊക്കെ അവരുടെ എതിർപ്പുള്ള കുറച്ച് പക്ഷം ഉണ്ടാവും. അവരുടെ വോട്ടുകൾ ഇങ്ങോട്ട് എത്തിക്കാനും കൂടി ശ്രമിക്കുന്ന രീതിയിൽ അത്തരത്തിലൊരാളാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പേരും ഷബീർ, സഖാവ് ഷബീറിന്റെ പേര് കേൾക്കുന്നുണ്ട്, ഷബീറാക്കാന്റെ പേരൊക്കെ പറയുമ്പോൾ ഷബീറാക്കാന്റെ പേരൊക്കെ പറയുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ യുവാക്കളിൽ നിന്ന് എത്തേണ്ട നമുക്ക് നമ്മളെല്ലാവരും ഇപ്പൊ എന്റെ ഭാഗമാണെങ്കിലും ഞങ്ങളുടെ ഭാഗമാണെങ്കിലും നമ്മുടെ സമൂഹമാണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന യുവാക്കളിൽ നിന്നാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ യുവാക്കൾ വരിക എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ വരാൻ പറ്റിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സഖാവ് ഷബീർ. ഇവിടെ മാധ്യമങ്ങളും അതുപോലെ അൻവറൊക്കെ പറയുന്നത് കേട്ടത് LDFന് സ്ഥാനാർത്ഥികളെ തിരയാണ്, കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല LDFന് ആരെ നിർത്തണം എന്നുള്ളത് ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുക. ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം പഴയ നിലമ്പൂരല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിന്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ ഈ പറഞ്ഞത് ഷബീറാക്കാൻ്റെ പേരാണ്. DYFയുടെ മലപ്പുറം പ്രസിഡന്റാണ്. അല്ലെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഷബീറാക്കാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് DYFയുമായിട്ടും പൊതുമേഖല, അതായത് ചാരിറ്റി മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ മാത്യു സാറുണ്ട്. മാത്യു സാർ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനാണ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. മാത്യു സാറുണ്ട്. പിന്നെ ഷെറോണാറോയുണ്ട്. പറഞ്ഞു പോകണം, അത് വളരെ സ്ട്രോങ് ആയിട്ട് മത്സരിക്കുകയും നല്ല ആര്യാടൻ മുഹമ്മദ് ശക്തനായി മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും മത്സരിച്ചിട്ട് 6000 വോട്ടിന് മാത്രം തോറ്റ ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ. വെറും 6000 വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. ആ സമയത്താണ് അത് നമ്മൾ ആലോചിക്കണം ആരോടെ മത്സരിച്ചത്. അതായത് ആര്യാടന്റെ പീക്ക് ടൈം, നിലമ്പൂരിൽ ആര്യാടന്റെ പീക്ക് ടൈം സമയത്ത് മത്സരിച്ചിട്ട് 6000 വോട്ടിന്
വരെ അത്രയും മത്സരം കഠിനമായ ചെറുതായിട്ടൊരു ചായ്വ് LDF-ലേക്കുള്ള ആളുകളുടെ പോലും വോട്ടുകൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ ഉള്ള സമയമാണ്. അതിപ്പോൾ സഖാവ് ഷബീർ ആണെങ്കിലും അതല്ല ഇനിയിപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഏത് ഒരു സ്ഥാനാർത്ഥിനെ ആണെങ്കിലും പാർട്ടിക്ക് മൊത്തത്തിൽ ആ വോട്ടുകൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ട്. അതുപോലെ ഷെറോണ റോയി ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നാട്ടുകാർക്കിടയിലും നമ്മളെ പൊതുസമൂഹത്തിനിടയിലും. ജയിച്ച സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള വൈക്കടവ് മേഖലയിലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പം ഒരു സാധ്യത എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇപ്പൊ അൻവർ പറഞ്ഞ പോലെ ആരും കിട്ടാത്തൊരവസ്ഥ CPM ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇവിടുത്തെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. അത് സൗക്കത്താണോ ജോയിയാണോ? ഇപ്പോൾ അൻവർ ഒരു കീറാമുട്ടിയായിട്ട് കോൺഗ്രസിന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ എന്താ പറയുക, മുന്നണിയിൽ പ്രവേശിപ്പിക്കണം, മുന്നണിയിൽ അംഗമാക്കണം എന്നുള്ള രീതിയിലാണ് അൻവർ പറയുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് അവിടെ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം TMC എന്ന് പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായിട്ട് ഭയങ്കര പ്രശ്നമുള്ളൊരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിലും മമതാ ബാനർജി ആണെങ്കിലും അത്ര ഒരു എന്താ പറയുക നല്ലൊരു ഐക്യത്തിലൊന്നും അല്ല ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ TMCയുടെ ഒരു ഘടകം കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് കോൺഗ്രസുമായിട്ട് എങ്ങനെയാണ് UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് എന്താ പറയുക പൊളിറ്റിക്കലി ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് എന്ത് എടുക്കുക? UDF എടുക്കുമോ, അൻവറിനെ എടുക്കുമോ? എടുത്തില്ലെങ്കിൽ അൻവർ മത്സരിക്കുമോ? ഞാൻ പറയുമ്പോൾ എടുക്കരുതിരിക്കണം, അൻവർ മത്സരിക്കണം. അൻവർ ധൈര്യത്തോട് കൂടി മത്സരിച്ചാൽ ഇവിടെ ഒരു കിടിലോ മത്സരം അങ്ങനെയല്ല, ആവേശമുണ്ടോ? ഞാൻ പറയുന്നു അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 15,000 വോട്ട് മാക്സിമം കിട്ടാൻ 15,000 വോട്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തിനാണ് പിന്നെ കോൺഗ്രസ് ഇത്ര അൻവറിനെ താങ്ങി നടക്കുന്നത്? ആ 15,000 വോട്ടിന് അത്രയും പ്രാധാന്യമുണ്ട് കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ. അതായത് ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്ലസ് അൻവറിന്റെ സപ്പോർട്ടുമായി ബന്ധുന്ന കുറച്ച് വോട്ടുകളും കിട്ടിക്കഴിഞ്ഞാൽ UDF-ന് മത്സരിക്കാൻ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മത്സരിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ CPM എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇപ്പോൾ M സ്വരാജ് വരാമെന്ന് വിചാരിച്ചോളൂ. ഒരു സംസ്ഥാന, അതായത് ഒരു പൊളിറ്റിക്കൽ വാർ മാത്രമായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയത്, അതായത് ഒരു എന്താ പറയുക ഒരു സംസ്ഥാന നേതാവൊക്കെ വന്ന് മത്സരിക്കുമ്പോൾ M സ്വരാജിനെ കിട്ടി കഴിഞ്ഞാൽ മത്സരം വേറെ ലെവലാവും. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് വരും. പക്ഷെ അവിടെ ഈ BJP-കാരുടെ ചില കാലുവാരലും കാര്യങ്ങളൊക്കെ ഉണ്ട് M സ്വരാജിന്റെ കാര്യത്തിൽ. അപ്പൊ എന്തൊക്കെ പറയുകയാണെങ്കിലും നിലമ്പൂർ ബൈ ഇലക്ഷൻ ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും വീഡിയോസും ഒക്കെ വരും. പക്ഷെ അവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കണം. നേരത്തെ ഈ പറഞ്ഞു അത് LDF-ന് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഒരു പക്ഷെ ഉണ്ടാവും ആരെന്ന രീതിയിൽ. പക്ഷെ എനിക്ക് അതൊന്നും തോന്നുന്നില്ല. കാരണം LDF-ന് കൃത്യമായി ഇന്നാളെ മത്സരിച്ചാൽ ഇന്നാളെ കൊടുക്കാം, പക്ഷെ ഉള്ളിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ട് LDF-നും സംഭവിച്ചു വരുന്ന എനിക്ക് തോന്നിയില്ല. കാരണം പലപ്പോഴാണെങ്കിലും LDF-ന് പാർട്ടിക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതിനെ അണികൾ സപ്പോർട്ട് ചെയ്യലാണ് പൊതുവെ പതിവ്. അല്ലാതെ ഇന്ന പക്ഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു പരിധിക്കപ്പുറത്തേക്ക് LDF-നെ ബാധിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ബൈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ CPM-ന് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു പ്രവർത്തന ശൈലി, അത് എല്ലാ പ്രാവശ്യവും ശക്തമായ രീതിയിൽ നടക്കും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഓൾറെഡി പാർട്ടി പ്രവർത്തകരും പാർട്ടി എന്താ പറയുക ഒരു ചലനം നടത്തിയിട്ടുണ്ട്. ഒരു പ്രവർത്തനം ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അതൊരു പ്രഖ്യാപനം കൂടി വരുമ്പോൾ, സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഊർജ്ജം, ആ ഊർജ്ജത്തിൽ നിന്ന് ഒരു ജയത്തിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് പല മാധ്യമങ്ങളും പറയുന്നത് UDF-ന് ഈസി വാക്ക് ഓവർ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ പറയുമ്പോൾ LDF-ൽ ഒരു പേര് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി സ്വീകാര്യതയുള്ള ആളുകളുടെ പേരുകൾ പറയുന്നതാണ്. ഒന്ന് ആരുടെ ഷൗക്കത്താണെങ്കിലും VS ജോയ് ആണെങ്കിലും ഒക്കെ അവരുടെ മറ്റേ DCCയും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടൊക്കെ പോകണം നമ്മുടെ VS ജോയ്ക്ക് ആകുമ്പോൾ. അത്തരത്തിലുള്ള പേരുകൾ വരുമ്പോൾ അത് അത്യാവശ്യം ഓക്കെ ആരുടെ ഷൗക്കത്ത് വന്നാൽ സിമ്പിളായിട്ട് ജയിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന ആളുകൾ വരുമ്പോൾ വലിയൊരു ഭൂരിപക്ഷം അവിടെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അതായത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അവിടെയാണ് പ്രശ്നം വരുന്നത്. അതെല്ലാ സമയത്തും അവർക്ക് പറ്റിയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷം എന്താ പറയാ ചേരി തിരിഞ്ഞിട്ടുള്ള പരിപാടി വരിക. സോഷ്യൽ മീഡിയയിലെ ഷൗക്കത്ത് മതി, അത് ജോയി മതി എന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്ന. ശരിക്കും ഇത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതാക്കൾ അംഗങ്ങള് ഭയങ്കര ഒരു ബാലികാരമലയായിരിക്കും ഈ സംഭവം. ഇത് കാരണം ഷൗക്കത്തിനെ തൃപ്തിപ്പെടുത്താന്ന് പറഞ്ഞാൽ 2 തവണ തൃപ്തിപ്പെടുത്തി. 21-ലും അതിനു മുമ്പ് നടന്ന ഇലക്ഷനിലും 2 തവണ പറഞ്ഞൊതുക്കി നിർത്തി. അങ്ങനെ വേണം പറയാൻ, പറഞ്ഞൊതുക്കി നിർത്തി. അതായത് DCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാണ് VV പ്രകാശിന് സീറ്റ് കൊടുത്തത്.
അത് ഇലക്ഷൻ കഴിഞ്ഞ് വി പ്രകാശ് തോറ്റു. ആ ഒരു DCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചെടുത്ത് VS ജോയിക്ക് കൊടുത്തു. അപ്പം ഇവിടെ പല രീതിയിലുള്ള എന്താ പറയുക പ്രവർത്തനങ്ങൾ ഷൗക്കത്ത് നടത്തിയിട്ടുണ്ട്. ഒരു പൊതുസമൂഹത്തിൽ നല്ലൊരു വാല്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പ് ഷൗക്കത്തിനുണ്ട്. അത് VS ജോയിക്കും ഈ പറയുന്ന എതിർപ്പുകളുണ്ട്. അപ്പം മൂന്നാമതൊരാൾ വരുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, മൂന്നാമതൊരാൾ വന്നാൽ നിലമ്പൂർ അത്ര ഒരു ഓപ്ഷൻ അല്ല. പക്ഷെ കേൾക്കുന്ന ശക്തമായ പേര് എന്തായാലും VS ജോയ് എന്നുള്ളത് തന്നെയാണ്. അത് അങ്ങനെയാണെങ്കിലും ഈ മറ്റ് വേറെ ഏത് വരികയാണെങ്കിലും ഇപ്പുറത്ത് LDFനെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ വരാൻ വളരെ ഈസിയാണ്. അത് ആരോടും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ വന്നിട്ടുള്ള ഒരു മാറ്റം 8-9 വർഷം കൊണ്ട്, അത് അൻവർ MLA ആണെങ്കിൽ പോലും ആ സർക്കാർ LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, റോഡിന്റെ പാലങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ, ഇപ്പം നിരന്തരമായി പാലങ്ങളുടെ ഉദ്ഘാടനങ്ങൾ, നമ്മളെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിംഗ് വരുന്നു. എല്ലാ സർക്കാർ വിദ്യാലയത്തിലും, നിലമ്പൂർ ഉപജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയത്തിലും പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു, മികച്ച റോഡുകൾ വരുന്നു. ഇപ്പൊ മന്ത്രി റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. 90% റോഡുകളും PW റോഡുകളും പറയുന്ന നല്ല നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ചില റോഡുകൾ സാങ്കേതികമായി എന്താ പറയുക കുറച്ച് തടസ്സങ്ങളുള്ള 1-2 റോഡുകൾ മാത്രമാണുള്ളത്. അപ്പം നിലമ്പൂർ വന്നുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി LDF മുന്നോട്ട് വെക്കും. അത് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ LDFന് ജയിക്കാവുന്നതേ ഉള്ളൂ. അത് യഥാർത്ഥ രീതിയിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ള രീതിയിൽ ആ വികസനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അതും ഈ എന്താ പറയാ ഒരു ആൾ പറയല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ, അത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് വോട്ടായി മാറിയാൽ ഉറപ്പായിട്ടും LDFന് വലിയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് ഞാൻ വീണ്ടും LDFന്റെ കാര്യം എടുത്ത് പറയാൻ കാരണം, ഈ മാധ്യമങ്ങളടക്കം ഈസി വാക്കോവർ എന്നപ്പുറത്ത് പറയുന്നതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. നല്ല മത്സരമായിരിക്കും, നല്ല അടിപൊളി. ഈ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന നിലമ്പൂരായിരിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മെജോറിറ്റി ആളുകൾക്ക്, ഒരു പാർട്ടികൾക്ക് മെജോറിറ്റി ഉണ്ടായിരുന്നു, ഒരു സാധ്യത കൽപ്പിക്കാൻ. പക്ഷേ ഇവിടെ 50-50 ചാൻസ് ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇലക്ഷൻ പ്രഖ്യാപനമൊക്കെ വന്നാൽ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വ്യക്തിപരമായിട്ട് LDFന് നല്ലൊരു സാധ്യത ഉണ്ട്. LDFന് ഇപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന പോലെ പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അൻവർ ഒരു ഫാക്ടർ നിലമ്പൂരിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടറിയാം എന്തായാലും.